നമ്മൾ ഇന്ത്യയുടെ വിദേശ നയങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് ഇന്ത്യയുടെ വിദേശ നയങ്ങളിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസ്, ഓരോ ഘട്ടങ്ങളെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഓരോ ഘട്ടങ്ങൾ, അതിൽ നെഹ്റുവിയൻ ഫേസ് വരുന്നുണ്ട്, ഇന്ദിരാഗാന്ധി ഫേസ് വരുന്നുണ്ട്, രാജീവ് ഗാന്ധി ഫേസ് വരുന്നുണ്ട്, ദെൻ ലാസ്റ്റ് ആയിട്ട് NDA ഫേസ് വരുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫേസിൽ എന്തൊക്കെ വിദേശ നയങ്ങളാണ് സ്വീകരിച്ചിരുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നെഹ്റുവിയൻ ഫേസ് തന്നെയാണ് പറയുന്നത് അല്ലേ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി നിൽക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതെന്ന് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോളനിയിൽ നിന്ന്, കോളനിവൽക്കരണത്തിൽ നിന്ന് മുക്തമായിട്ട് ഒരു സ്വാതന്ത്ര്യം ലഭിച്ച് പൂർണ്ണമായിട്ട് സാമ്പത്തിക സ്ഥിതിയെല്ലാം മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യനെ ഒരു പ്രധാന ശക്തിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നെഹ്റു എടുത്ത പങ്ക് അത്രയും പ്രാധാന്യം അറിയിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വിദേശ നയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ള. ഡീകോളനൈസേഷൻ, മൾട്ടിലാറ്ററിസം, സ്ട്രോങ് സെന്റിമെന്റ്സ് ടു മെയിൻറ്റെയിൻ നാഷണൽ ഓട്ടോണമി. അപ്പോൾ രാജ്യത്തിന്റെ സർവാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എടുത്ത നിലപാടുകളായിരുന്നു നെഹ്റുവിയൻ ഫേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നതിൽ നിന്ന് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഏക വികാരത്തിലേക്ക്, ഒരു ഫീലിലോട്ട് മാറ്റിയെടുക്കാനാണ് നെഹ്റുവിയൻ ഫേസ് കൂടുതലായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇനി ആ നോൺ അലൈൻമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് നെഹ്റു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പഞ്ചശീൽ എഗ്രിമെന്റ് എന്നാണ് പറയുക. പഞ്ചശീല തത്വങ്ങൾ, പഞ്ചശീൽ എഗ്രിമെന്റ് എന്നാണ് പറയുക. ഇനി ഇന്ത്യയുടെ നോൺ അലൈൻമെന്റ് പോളിസിയുടെ ഭാഗമായിട്ടുള്ള 5 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ 5 ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ഓൺ ദി ആസ്പെക്ട് ഓഫ് നോൺ അലൈൻമെന്റ് പോളിസി എന്തൊക്കെയാണെന്ന് നോക്കാം. 1, നോൺ അഗ്രഷൻ. 2, റെസ്പെക്ടിങ് ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. 3, നോൺ ഇന്റർഫിയറിംഗ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. 4, പ്രൊമോട്ടിംഗ് ഈക്വാലിറ്റി. 5, മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. എന്തൊക്കെയാണ് 5 പറയുന്നത്? 1, എവിടെയും കടന്നു കയറാതിരിക്കുക. അതായത് മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ, ഇന്റേണൽ അഫയേഴ്സിനെ, മറ്റ് രാജ്യങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥകളെ മാനിക്കുക. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അനാവശ്യമായിട്ട് കടന്നു ചെല്ലാതിരിക്കുക. മറ്റു രാജ്യങ്ങളുടെ വിഷയങ്ങളിലേക്ക് അനാവശ്യമായിട്ട് കടന്നു ചെല്ലാതിരിക്കുക. തുല്യത ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ സമാധാനപൂർണമായിട്ട് അന്തരീക്ഷം നിലനിർത്തുക. ഇത്രയുമാണ് പറയുന്നത്. നോൺ അഗ്രഷൻ, റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. പരസ്പരം രണ്ട് രാജ്യങ്ങളുടെയും ആ ഒരു സ്വത്വത്തിനെ, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളെയും അതിൻ്റെ അംഗീകരിക്കുക, റെസ്പെക്ട് ചെയ്യുക. ദെൻ നോൺ ഇന്റർഫിയർ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. പ്രൊമോട്ടിങ് ഈക്വാലിറ്റി, എല്ലാവർക്കും തുല്യത. ദെൻ മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, സമാധാനപൂർണ്ണമായിട്ടുള്ള നിലനിൽപ്പ്. ഇതായിരുന്നു ഇന്ത്യയുടെ നോൺ അലൈൻമെന്റ് പോളിസി എന്ന് പറയുന്നത്, നെഹ്റുവിയൻ നോൺ അലൈൻമെന്റ് പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു തത്വം ഇന്ത്യ എടുക്കുന്ന എപ്പോഴാണ്? കോൾഡ് വാറിന്റെ സമയത്ത്, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. USA ആൻഡ് USSR ഒരു പ്രധാന ശക്തിയായിട്ട് വരുന്ന സമയത്താണ് ഇന്ത്യ ഈ നോൺ അലൈൻമെന്റ് പോളിസി എടുക്കുന്നത്. അപ്പം അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളും ഒന്നെങ്കിൽ USA കൂടെ അല്ലെങ്കിൽ USSR കൂടെ ചേരാൻ നിർബന്ധമാവുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? പോസിറ്റീവ് എലമെന്റ്സ് ഓഫ് ബോത്ത് ദീസ് കൺട്രീസ്, രണ്ട് രാജ്യങ്ങളുടെയും പോസിറ്റീവ് എലമെന്റ്സ് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ USSR നിന്ന് ഇന്ത്യ എടുത്തൊരു പോസിറ്റീവ് എലമെന്റ് ആയിരുന്നു 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലാണ് ഇന്ത്യൻ നെഹ്റുവിയൻ ഫേസിലുള്ള പ്രവർത്തനങ്ങൾ വന്നത്. ദെൻ അടുത്തൊരു ഫേസ് ആയിരുന്നു ഇന്ദിരാഗാന്ധി ഫേസ്. ഇന്ദിരാഗാന്ധി ഇറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നെഹ്റുവിന്റെ മരണത്തിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് വരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ പാക് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള നിരന്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഇന്തോ പാക് വാറ്, ചൈന ഇന്ത്യ ബോർഡർ ഡിസ്പ്യൂട്ട്സ്, അതിർത്തി പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ രൂക്ഷമാകുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ ഫോറിൻ പോളിസി. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ട് ഒരേ സമയം യുദ്ധവും പിന്നീട് സമാധാനവും തുടങ്ങിയ അന്തരീക്ഷമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇന്തോ പാക് യുദ്ധമെല്ലാം നടക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. അപ്പോൾ ഒരു യുദ്ധവും അതേപോലെ തന്നെ യുദ്ധത്തിന് ശേഷം സമാധാനം കൊണ്ടുവരാനും ഒക്കെ ഇന്ദിരാഗാന്ധി, യുദ്ധത്തിനെ നേരിട്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഫോറിൻ പോളിസീസ് കടന്നുപോയിട്ടുള്ളത്. അല്ല, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു അത്, സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം. ദെൻ രാജീവ് ഗാന്ധി, അടുത്തൊരു ഫേസ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്ററായി വന്ന സമയമാണ്.
ആ സമയത്ത് നേരിട്ടിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഫോറിൻ പോളിസിയിൽ, വിദേശ നയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുണ്ടായിരുന്നല്ലോ. ശ്രീലങ്കയിലുള്ള തമിഴ് വംശജരെ അവിടെ വെച്ചുള്ള തമിഴ് വംശജരെ അവര് വേറെയായി കാണുന്നു, അല്ലെങ്കിൽ സിംഹളരുടെ ഇടയ്ക്ക് തമിഴ് വംശജരനെ മാറ്റി നിർത്തുന്നു, അവർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു, കൊടുക്കുന്നു. അങ്ങനെ തമിഴ് വംശജര് ശ്രീലങ്കയിൽ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരു തമിഴ് പുലികൾ എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം തമിഴ് ജനതയുടെ ലിബറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് വരുന്നതൊക്കെ. അവരധികം അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അക്രമ രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അത്തരൊരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് രാജീവ് ഗാന്ധി ശ്രീലങ്കയുമായിട്ടൊരു ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ശ്രീലങ്ക തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്രീലങ്ക ഇന്ത്യയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ രാജീവ് ഗാന്ധിയുടെ സമയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു സമയമായിരുന്നു. നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ മരണം തന്നെ തമിഴ് പുലികൾ കൊല്ലുന്നതാണ്. അപ്പൊ അത്രയ്ക്കൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു രാജീവ് ഗാന്ധിയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം പുറമെ രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് പോളിസീസ്, ഫോറിൻ പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 1990s ലോകാടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. USSRന്റെ പദവി കുറഞ്ഞു വരികയും അതുപോലെ ഉണ്ടായിരുന്ന ഒരു ബൈപോളാർ ഹെഗ്മണി അല്ലെങ്കിൽ ബൈപോളാർ ആയിട്ട് നിന്നിരുന്ന ഒരു വേൾഡ്, USSR എന്ന രീതിയിൽ നിന്നിരുന്ന ഒരു ലോകം പെട്ടെന്ന് എന്തായി, ഒരു യൂണിപോളറായി. USA എന്ന് പറഞ്ഞ ശക്തിക്ക് മാത്രം പ്രാധാന്യം ലഭിച്ചു. USSRന്റെ ആ ഒരു പ്രതാപം പതുക്കെ കുറഞ്ഞു വരികയും ചെയ്തു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു 1990s എന്ന് പറയുന്നത്. പിന്നെ ബെർലിൻ വാളിന്റെ തകർച്ച, ഇതൊക്കെ ആ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയമായപ്പോൾ രാജീവ് ഗാന്ധി കൂടുതലായിട്ടും പ്രൈവറ്റ് കമ്പനികൾക്ക് ഇന്ത്യയിൽ അവസരങ്ങൾ നൽകുകയും അങ്ങനെ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജീവ് ഗാന്ധി, പിന്നെ നരസിംഹറാവു തുടങ്ങിയവരൊക്കെ പ്രൈവറ്റൈസേഷനെ, അതായത് സ്വകാര്യവൽക്കരണത്തിന്, ഗ്ലോബലൈസേഷന്, ആഗോളവൽക്കരണത്തിന് തുടങ്ങിയവനൊക്കെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അത്തരത്തിൽ ഇന്ത്യയിൽ ഒരു കൂടുതൽ IT കമ്പനികളുടെ തുടക്കം, അതുപോലെ കൂടുതലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ളൊരു പോളിസീസ്, വിദേശ നയങ്ങൾ സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ഒരുപാട് ലിബറലൈസേഷൻ, എന്താ പറയുക, പബ്ലിക് സെക്ടറിൽ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള നിയന്ത്രണം, ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റ് എല്ലാത്തിലും റിജിഡ്, അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് കുറച്ചും കൂടെ ലിബറൽ ആയിട്ട് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് പല സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള അവസരം ഇന്ത്യയിൽ ഒരുക്കുകയാണ്. അത് പല ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ്, ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതരാക്കുകയാണ് പല ഇൻഡസ്ട്രികളെയും. അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് രാജീവ് ഗാന്ധിയുടെ സമയത്തായിരുന്നു. അപ്പോൾ പിന്നെ ആസിയൻ കരാർ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ടൈസ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ കൺട്രീസ്, അതിനാണ് ആസിയൻ എന്ന് പറയുന്നത്. ഏഷ്യൻ കൺട്രീസ് തമ്മിലുള്ള ഒരു കരാറാണ് ആസിയൻ കരാർ. ഇതൊക്കെയും ഈ ഒരു സമയത്ത് നരസിംഹറാവു ഒക്കെ വരുന്ന സമയത്ത് 1990s വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു 1977 1990s 2000ന്റെ അടുത്തേക്ക് വരുമ്പോൾ വരെയുള്ള ഇന്ത്യയുടെ ഒരു നയങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അടുത്തൊരു ഫേസ് ആണ് NDA ഫേസ് എന്ന് പറയുന്നത്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഫേസ് എന്ന് പറയുന്നത്. NDA ഫേസിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് അടൽ ബിഹാരി വാജ്പേയി ഫേസും, രണ്ടാമത് മോദി ഫേസും, നരേന്ദ്രമോദി ഫേസ് എന്നും പറയാം. അപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ, ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഉണ്ടായിട്ടുള്ള NDAയുടെ ഒരു സമയത്ത് പ്രധാന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോഴും പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യവൽക്കരണം, ഒരുപാട് ഗവൺമെന്റിന്റെ സ്വാധീനത്തിലാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പബ്ലിക്കായി നിന്നിരുന്ന പൊതുവായിട്ടുണ്ടായിരുന്ന പലതും എന്താക്കുന്നുണ്ട്, സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് പാർട്ട്ണർഷിപ്പ് നൽകുന്നുണ്ട്. അത്തരത്തില് പൊതു ഇടങ്ങളല്ലെങ്കിൽ പൊതു സ്ഥാപനങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രൈവറ്റൈസേഷൻ നടത്തിയിട്ട് കൊടുക്കുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫേസിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ സൈനികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തുകയും സൈന്യത്തിനൊരു സുപ്പീരിയോറിറ്റി, ഒരു കൂടുതൽ പവർ നൽകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ടെക്നോളജി, സാങ്കേതിക വിദ്യേനെയും മറ്റൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫേസും കൂടിയാണ് NDA ഫേസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ ഫേസിലൂടെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസിന് നമുക്ക് തുടക്കമായിട്ടുള്ള നെഹ്റുവിൻ പോളിസി, അതിനുശേഷം ഇന്ദിരാഗാന്ധി ഫേസ്, 1990കളോട് വന്നിട്ടുള്ള ഒരു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഫേസ്, ദെൻ NDA ഗവൺമെന്റിന്റെ ഫേസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫേസിലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ നമുക്ക് പറയാം. താങ്ക്